അസ്സലാമലൈക്കും. നമ്മളിന്ന് കൂട്ടുകറി ആട്ടോ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ദാ ഒരു കഷ്ണം ചേന എടുത്താണ്, 2 പച്ചക്കായ എടുത്താണ്. ഒക്കെ അരിഞ്ഞ് വെച്ചാട്ടോ. നിങ്ങൾക്ക് വീഡിയോ വലിയതാവണ്ട വിചാരിച്ച് കുറച്ച് കടല വേവിച്ച് വെച്ചാണ്. കടല കുറച്ച് അധികം ഉണ്ട്, നമുക്ക് പാകത്തിന് ഇട്ടാൽ മതി. അപ്പോൾ ഞാനൊരു പാന അടുപ്പത്ത് വെച്ചാണ്. ഇതിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് അടുപ്പത്ത് വെക്കണം. അപ്പോൾ അതാ ഞാൻ ലേശം മുളക് പൊടി ഇടുന്നുണ്ട്. ഒന്ന് വേവട്ടെ പൊടി ഇരുന്നിട്ട്. ഒരു കുറച്ച് മതി, ഒരു 1/2 സ്പൂണ്. ഇതാ കുറച്ച് മുളക് പൊടി മതിയാവും. നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി മതി. മുളകൊക്കെ നിങ്ങളെ പാകത്തിന് എടുക്കട്ടോ. കാരണം ചില മുളക് പൊടി എരിവ് വയ്ക്കാരം, ചിലത് എരിവ് കുറവ് വയ്ക്കും. ഒരു ഇച്ചിരി 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിന്. നമുക്ക് വ്യത്യാസം വെള്ളം വയ്ക്കാം. ഇത് വേവാനുള്ള വെള്ളം. പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി, അല്ലെങ്കിൽ വേകാൻ പണി. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇനി വേവിച്ചെടുക്കുക കേട്ടോ. കടല നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചാണ്. ഒരു 1/2 മുറിൻ്റെ പകുതി തേങ്ങ എടുത്തിന്. 1/2 മുറി ഉണ്ടാവും. ചെറിയ ഇത് വലിയ തേങ്ങ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു. വലിയ തേങ്ങയാണെങ്കിൽ 1/2 മുറി വേണ്ട. ഞാൻ അപ്പോൾ കുറഞ്ഞ അളവിലല്ലേ എടുക്കണത്. അപ്പോൾ ഇതൊന്ന് ഒതുക്കിയെടുക്കണം നമുക്ക്. ഞാനിതിൽ ഒതുക്കിയിടുക കേട്ടോ ചെയ്യണത്. പിന്നെ കുറച്ച് തേങ്ങ വറുത്ത് വിടാം നമുക്ക്. ഇതാ ഒരു പച്ചമുളക്. അപ്പം ഇത് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ ഇതൊന്ന് ഒതുക്കിയെടുക്കുക. പിന്നെ കുറച്ച് ബാക്കി തേങ്ങ ഉണ്ട്, ഇതൊന്ന് വറുത്തെടുക്കണം. ഇതിക്ക് ഒരു ഇത്തിരി ജീരകം ഇടണം, ചെറിയ ജീരകം. ഇപ്പോൾ ഒരു ഇതാ ഞാൻ ഇടുന്നത്. കുറച്ചിട്ടിട്ടുള്ളൂ. നമുക്ക് എത്ര വേണ്ടി വെച്ചാൽ ഇടുക കേട്ടോ. ഇപ്പോൾ അതാ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഇച്ചിരി തേങ്ങ നമ്മൾ വറുത്തെടുക്കും. എനിക്ക് പിന്നെ ഇത് ഇപ്പം മൊത്തത്തിൽ തേങ്ങ വറുത്ത് പകുതി ആയിക്കിടാം കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എനിക്കങ്ങനെ അതിനേക്കാൾ ഇഷ്ടം തോന്നിയത് ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് അതിലേതാ ഇഷ്ടം വെച്ചാൽ അതുപോലെ ചെയ്യാം. തേങ്ങ ഒതുക്കിയിട്ട് വെച്ചതാണ് എനിക്ക് ഇഷ്ടമായത്. മറ്റേ ഇഷ്ടമില്ലാന്നല്ല കേട്ടോ, ഓരോരുത്തർക്കും ഓരോരോതല്ലേ. അപ്പോൾ അങ്ങനെ പകുതി ഞാൻ ചതച്ചെടുത്തു. ഒരു 2-3 സ്പൂണ് വറുത്തെടുക്കുകയാണ്. 2 കറിവേപ്പിൻ്റെ ഇലയിലിട്ട്. ഇപ്പോൾ കൂട്ടുകറി എന്ന് പറയുമ്പം ചില ആൾക്കാർ മുഴുവനായിട്ട് വറുത്തിട്ട് അതിൻ്റെ പകുതി അരച്ചിടും. അപ്പോൾ എനിക്ക് തോന്നിയത് ഇങ്ങനെ ഉണ്ടാക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതാണ് ഇഷ്ടം വെച്ചാൽ അത് ഇടുക കേട്ടോ. ഇങ്ങനെ ഇടുമ്പോൾ എന്താ വെച്ചാൽ ശർക്കര ഇടേണ്ട ആവശ്യമില്ല, മധുരം ഇടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയത്. എനിക്ക് ഈ ഇതിൽ കൂട്ടുകറിയിൽ ശർക്കര ഇടലുണ്ട്, അധികം ആൾക്കാർ ഇടലുണ്ട്. പക്ഷേ എനിക്കത് അത്ര കണ്ട് ഇഷ്ടമായി തോന്നിയില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനെ എനിക്ക് തോന്നിയ ഒരു മോഡലിൽ ഞാൻ വെക്കുക. നമ്മളെ തേങ്ങ ഏകദേശം ആയി വന്നിന് കേട്ടോ. കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ കളറാകണം. ഈ ചട്ടിയിലിരുന്ന് ഒന്ന് ആയിട്ട് വരും. തീ ഓഫാക്കി കരിഞ്ഞു പോവാതെക്കാൻ വേണ്ടിയിട്ട് തീ ഞാൻ ഓഫാക്കി. പെട്ടെന്ന് കരിയും. ഇങ്ങനത്തെ ചട്ടിയിലൊക്കെ നല്ല ചൂടാണല്ലോ. എന്താ ഈ രീതിക്കാട്ടോ വറുത്തെടുക്കേണ്ടിയേ.
അപ്പം നമ്മൾ പുളിയിഞ്ചി ഇട്ടാണ് ഇഞ്ചിക്കറി എന്നൊക്കെ പറയുന്ന ഇട്ടാണ് രസം ഇട്ടാണ് ഒക്കെ നിങ്ങൾ കയറി കാണണം കേട്ടോ. പനി കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ഉഷാറ് കുറവുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും അതൊക്കെ ഒന്ന് നോക്കി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക കേട്ടോ. എല്ലാം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നെ ഒരു പാത്രത്തേക്ക് മാറ്റിട്ടത് ചിലപ്പോൾ ചൂട് കൂടി കരിഞ്ഞാലോ. ഇതിപ്പോൾ നല്ല പാകത്തിന് നമുക്ക് കിട്ടും. അപ്പോൾ അതാ ഈ രീതിക്ക് ഞാൻ വറുത്തച്ച് നല്ല പാകത്തിനായിന് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചട്ടിയിലേക്ക് മാറ്റിന്ന് കേട്ടോ. പുറത്ത് അടുപ്പത്ത് നല്ല തീയുണ്ടായിന്. അപ്പോൾ ഞാനത് അവിടെ കൊണ്ടുവച്ച്. അപ്പോൾ ഇങ്ങനത്തെ കറിയൊക്കെ ഇങ്ങനത്തെ പാത്രത്തിൽ ഉണ്ടാക്കിയിരിക്കും ഒന്നും കൂടി നല്ലത്. ഇതാ ചേനയൊക്കെ എല്ലാം വെന്ത് റെഡിയായിന് വേണ്ട, പെട്ടെന്ന് വെന്താണ്. പിന്നെ ഈ കാലത്തൊക്കെ ചേന പെട്ടെന്ന് വേവില്ലേ. അപ്പോൾ വേനൽക്കൊക്കെ ആണെങ്കിൽ കുറച്ച് താമസം ഉണ്ടാവും ചേന വേവാൻ. അപ്പോൾ ഞാൻ ഈ ഒതുക്കിയ തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഒരു മുളക് ഇട്ടാണ് കേട്ടോ. അതാ തേങ്ങയെന്ന് പറഞ്ഞു. ഒരു പച്ചമുളക് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. പക്ഷെ ഇങ്ങനെ വെച്ചൊന്ന് കൂട്ടി വെക്കൊണ്ട് നല്ല ടേസ്റ്റാണ്. കൂട്ടുകാർ എനിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമുക്ക് കടല ഇട്ട് കൊടുക്കുക. ഇതിക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്താൽ മതി, തോനെ വേണ്ട. കുറച്ചാണ്ട് പുഴുങ്ങിയെടുത്തതേ ഉള്ളൂ. ഉണ്ടോ ഇച്ചിരി കൂടി ഇല്ല. മറ്റേ കടല മാത്രമായിപ്പോ നല്ലോണം വെന്ത കടലയാണ്. അപ്പം ഇങ്ങനെയാണ്. ഇനി ഒന്ന് അടച്ചേക്കാം നമുക്ക് അരപ്പൊന്ന് ആവി കയറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത് ആവിയൊക്കെ കയറി റെഡിയായി. ഞാൻ ഇപ്പുറത്തെ അടുപ്പത്തേക്ക് വാങ്ങി വെച്ച് ഇനി നമുക്കൊന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നത് എന്താ വെച്ചാൽ ഞാൻ ഉപ്പ് ഈ കലത്തേക്ക് മാറ്റിയപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നിങ്ങളെ കാണിച്ചിട്ടില്ല എന്നുള്ളൂ. ഞാൻ പുറത്ത് കൊണ്ടുപോയി മാറ്റിയപ്പോൾ ലേശം ഉപ്പ് അതിലിട്ട് കൊടുത്തിരുന്നു. ആ കഷ്ണത്തേക്ക് മാത്രമല്ല. ഇനി നമുക്ക് പോരെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചുകൊണ്ടെങ്കിൽ നമുക്കൊന്ന് വറവിട്ട് കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇങ്ങനത്തെ കറിക്കൊക്കെ വെളിച്ചെണ്ണ അല്ലേ നല്ലത്. ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കയ്പ്പ് കേട്ടോ. അധികമായാൽ നമുക്കത് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ കുറച്ച് പൊടികളും കൂടി ഈ തേങ്ങ വറുത്തച്ചൊക്കെ നമുക്ക് ഇടാണ്ട്, കുരുമുളക് പൊടി ഇടാണ്ട്.
അപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ട് ഏകദേശം ഇതാ 3 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് തീ കുറച്ച് വെക്കുക നമ്മൾ. മുളകൊക്കെ മൂത്ത് വന്ന് കറിവേപ്പിൻ്റെ ഇല, നമ്മളിവിടെ കറിവേപ്പ് കുറവാട്ടോ, ചെറിയൊരു തൈ വെച്ചിട്ടതേ. കറിവേപ്പ് നിങ്ങൾ എത്തുണ്ടെങ്കിൽ കുറച്ചധികം ഇടുന്നത് നല്ലതാണ്. കറിവേപ്പൊക്കെ നല്ലതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ വളരെ കുറച്ചായിട്ടാണ് ഇട്ട്. പച്ച ഉണങ്ങിക്കൊണ്ടല്ല കേട്ടോ, കുറച്ചൊരു വെള്ളമുണ്ട്, അധികം ഇട്ടില്ലേന്. ഞാനിപ്പോൾ അത് 2 പച്ചക്കായ കേട്ടോ എടുത്ത്. ഓരോരുത്തർക്ക് തോനെ ആളുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂട്ടി എടുത്താൽ മതി. ഇതാണ്. ഇനി കുറച്ച് കുരുമുളക് പൊടി അല്ല, ഞാനിപ്പോൾ ഇവിടുന്ന് ചതച്ചെടുത്തത് നല്ല കുരുമുളകാണ്, വാങ്ങിയ പൊടിയല്ല. നമുക്ക് ഈ തേങ്ങ ഉണ്ടല്ലോ വറുത്തച്ച്, ഇതൊന്നിങ്ങനെ ഒന്നിങ്ങോട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ നല്ല സ്വാദുള്ള എന്താണ് കൂട്ടുകറി ഇവിടെ റെഡിയായി വന്നു. അല്ല, ഞാൻ ടേസ്റ്റ് നോക്കിയില്ല കേട്ടോ, ഉപ്പൊന്നും നോക്കിയില്ല. ഉപ്പ് ഞാൻ കഷ്ണം വേവിച്ചപ്പോൾ ഇട്ടേന്, പിന്നെ കടല വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചിട്ടിട്ടുള്ളൂ. ഉണ്ട് നമ്മളെ കൂട്ടുകറി. ഉപ്പ് നോക്കട്ടെ. ഒരു ഇച്ചിരി കൂടെ വേണം, ഒരു പിഞ്ച് അളവിൽ ഉപ്പ് വേണം. നമ്മൾ ആദ്യം തന്നെ കുറേ വാരിയിട്ടാൽ പിന്നെ അധികമായി പോയാൽ കുടുങ്ങൂലേ. അപ്പം അതുകൊണ്ട് ഞാൻ കഷ്ണത്തേക്ക് മാത്രം ഇട്ടിട്ടുള്ളൂ. ഞാൻ നോക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല രസമുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നിങ്ങൾ പല രീതിയിലും നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കിയത്, എനിക്കിഷ്ടപ്പെട്ട് ഇങ്ങനെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെ ഇഷ്ടം പോലെ. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തേങ്ങ വറുത്ത എല്ലാവരും ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഇഷ്ടം തോന്നി, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ചോറിന് ഇത് മാത്രം മതി. പിന്നെ ഒരു അച്ചാറോ ഉണ്ടായാൽ നമുക്ക് വയറ് നിറച്ച് ചോറ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഓണത്തിന് ഇതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ
ഉണ്ടാക്കുക. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ പഠിച്ചൊക്കെ വരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം കേട്ടോ നമ്മളെ വീഡിയോ. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.